വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ വിളയിൽ ഈ വാർത്തയോട് പ്രതികരിക്കുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരുപക്ഷെ SIT കേസെടുക്കാനുള്ള സാധ്യതയിലേക്ക് പോകുന്നു. കാരണം PS പ്രശാന്തിനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് SITയുടെ പുതിയ നീക്കം. അങ്ങ് എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? ഈ 2025 സ്വർണ്ണപ്പാളി വിവാദവുമായി വിവാദമല്ല, അത് തനി മോഷണം തന്നെയാണ്. അതിനകത്തും കൃത്യമായ മോഷണം ആസൂത്രണം ചെയ്ത് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് തന്നെയാണ്. പ്രശാന്തും അജികുമാറും ഒക്കെ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി അവർക്കൂടെ പൈസ ഉണ്ടാക്കണം. പത്മകുമാറും വാസുവും മാത്രം പണക്കാരായാൽ പോരാ, ഞങ്ങളുടെ ഈ 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മോഷണം ശബരിമലയിൽ ആസൂത്രണം ചെയ്തത്. അതിനകത്ത് എന്താ തെറ്റ്? അവരെ സംബന്ധിച്ച് യാതൊരു തെറ്റുമില്ല. എങ്ങനെ ഏത് മാർഗത്തിലും അയ്യപ്പനെ വിറ്റാണെങ്കിലും ശബരിമലയെ മോശമാക്കിയാണെങ്കിലും പണമുണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് 2025 കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട ഈ ഒരു മോഷണവും നടന്നത്. കൃത്യമായിട്ട് അന്വേഷണം ചെന്നെത്തുകയാണെങ്കിൽ പ്രശാന്തും അജികുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ അക്കാലത്തെ ഭരണസമിതികളും ഒക്കെ തന്നെ ഇതിനകത്തെ കുറ്റവാളികളാണ്. അവരും കോടാനുകോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം നടക്കട്ടെ, ഇവരുടെ വരവിന് ആനുപാതികമായിട്ടാണോ ഇവരുടെ സ്വത്തുക്കൾ എന്നതിനെ പറ്റിയൊക്കെയുള്ള അന്വേഷണം നടന്നു കഴിയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരും. ഇവര് കൃത്യമായി ആസൂത്രണം ചെയ്ത് കൊള്ളയാണ് നടന്നത്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം, അജികുമാറിനെ അറസ്റ്റ് ചെയ്യണം. വേറെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഇതിനു വേണ്ടി ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുള്ള ഏത് വ്യക്തിയാണെങ്കിലും, അത് ആരാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും എത്ര ദൈവതുല്യരാണെങ്കിലും ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടണം. ഓക്കെ ശ്രീ അനിൽ വിളയിൽ, VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത്.